കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ മെഗാ വിജ്ഞാപനത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 29/1/2025 ആയിരുന്നു. അപ്പോൾ അതിലേക്ക് 25 ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കഴിഞ്ഞ തവണത്തെക്കാളും അപേക്ഷകരുടെ എണ്ണത്തിൽ പല തസ്തികകളിലും കുറവുകളാണ് വന്നിട്ടുള്ളത്. അല്ലാതെ കൂടുതലായിട്ട് അപേക്ഷകരുടെ എണ്ണം വന്നിട്ടില്ല. അതൊരു പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ മെഗാ വിജ്ഞാപനത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട തസ്തികളായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, അതുപോലെ തന്നെ HSST, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡിവിഷണൽ അക്കൗണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ ധാരാളം തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 308 തസ്തികകളിലാണ് അപേക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട തസ്തികയായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം അപേക്ഷകരുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 5,06,750 അപേക്ഷകരാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് 4,57,900 അപേക്ഷകരായിട്ട് കുറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തസ്തിക മാറ്റം വഴിയാണെങ്കിൽ പോലും 4,440 അപേക്ഷകർ ഉണ്ടായിരുന്നിടത്ത് 500 അപേക്ഷ കൂടുതലാണ് തസ്തിക മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്. 4,993 അപേക്ഷകർ വന്നിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള അപേക്ഷയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ തന്നെ വളരെയധികം കുറവ്, ഉദ്യോഗാർത്ഥികളുടെ ഒരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SI തസ്തികയിലേക്ക് 5 കാറ്റഗറിയിൽ 2.89 ലക്ഷം അപേക്ഷയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ തവണ 1,78,616 അപേക്ഷകർ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം 1,54,114 അപേക്ഷകരായിട്ട് മൊത്തത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് 1,945 പേരാണ് ആകെ അപേക്ഷിച്ചത്. ഫിസിക്സിന് 4,526 പേരും. അപ്പോൾ അങ്ങനെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവുകൾ ഉണ്ട്. അതുപോലെ തന്നെ എന്നാൽ ഡിവിഷണൽ അക്കൗണ്ടിന്റെ അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവ് കാണുന്നുണ്ട്. കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ട് നേരിട്ടുള്ള വിജ്ഞാപനങ്ങൾക്കുള്ള അപേക്ഷകർ കൂടി തസ്തിക മാറ്റം എന്നുള്ള 2 കാറ്റഗറിയിലുള്ള അപേക്ഷകൾ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല തസ്തികകളിലും അപേക്ഷകരുടെ എണ്ണത്തിൽ വൻ കുറവാണ് കാണാൻ സാധിക്കുന്നത്. PSCയുടെ മെഗാ വിജ്ഞാപനം ഡിസംബർ 30-31 തീയതികളിലായിട്ട് വന്നപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും അപ്പോൾ വളരെയധികം ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിയിലേക്ക് അപേക്ഷിക്കാമെന്നും പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം പൊതുവെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് 36 വയസ്സ് കഴിഞ്ഞ പല ഉദ്യോഗാർത്ഥികളും തങ്ങൾക്ക് അവസരങ്ങളില്ല എന്നുള്ള ഒരു തെറ്റായ മിഥ്യാധാരണയുടെ പുറത്ത് പല ഉദ്യോഗാർത്ഥികളും പ്രൊഫൈലിൽ ശ്രദ്ധിക്കാത്ത വന്ന സാഹചര്യമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതും വളരെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണമായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികളും വിചാരിച്ചിരിക്കുന്ന 36 വയസ്സ് കഴിഞ്ഞാൽ തങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, തങ്ങൾക്ക് ഇനി PSCയിൽ അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നുള്ള തെറ്റായ ധാരണയിൽ പല ഉദ്യോഗാർത്ഥികളും പ്രൊഫൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ധാരാളം അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ അപേക്ഷ വിളിക്കുമ്പോൾ അവിടെ ജനറൽ കാറ്റഗറി 19 to 44 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്ന ഡിപ്ലോമക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന ധാരാളം തസ്തികകൾ വരാറുണ്ട്. അതൊന്നും പല ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 18 to 36 അല്ല ഏജ് ലിമിറ്റ്. ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ അല്ലാതെ അതർ എക്സെപ്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ധാരാളം ഉണ്ട്. പ്രിസോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ജനറൽ കാറ്റഗറി 18 to 40 ആണ്. OBC 43 വയസ്സ് വരെ, SC ST 45 വയസ്സ് വരെ അപേക്ഷിക്കാവുന്ന ധാരാളം തസ്തികകളുണ്ട് വരും. അപ്പോൾ നിങ്ങൾ ആ പ്രൊഫൈലിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാവുന്ന ധാരാളം അവസരങ്ങൾ വരും. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെ നിങ്ങൾ പ്രൊഫൈലിൽ നിരന്തരമായി ചെക്ക് ചെയ്യുക. വരുന്ന അപേക്ഷകൾ കൃത്യമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഏജ് ഓവർ ആയവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ തന്നെ തയ്യാറാക്കി ഇടാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
PSC മെഗാ വിജ്ഞാപനത്തിന് 25 ലക്ഷം അപേക്ഷകരാണ് ഉള്ളത്. അപേക്ഷകരുടെ എണ്ണം പല തസ്തികകളിലും കുറവ് വരികയുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.